ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം യുഗങ്ങൾ നീണ്ടുനിന്ന് യുദ്ധത്തിലേക്ക് മാറിയെങ്കിലും ആർക്കും ജയിക്കാനാവാതെ വന്നതിനെ തുടർന്ന് തർക്കപരിഹാരാർത്ഥം പരമശിവനെ ചെന്നു കണ്ടു. കൈലാസത്തിലുള്ള വലിയ ശിവലിംഗത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശിവശീർഷം ആരാദ്യം കണ്ട് തിരിച്ചു വരുന്നു അവരായിരിക്കും വിജയി എന്ന് പറഞ്ഞതിന് പ്രകാരം ഇരുവരും ശിവലിംഗത്തിൽ കയറി. ബ്രഹ്മാവ് ശിവലിംഗത്തിൻ്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും യാത്ര ആരംഭിച്ചു. മഞ്ഞോത്തരങ്ങൾ രണ്ടു കഴിഞ്ഞിട്ടും രണ്ടുപേർക്കും ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ബ്രഹ്മദേവൻ ശിവലിംഗത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന കൈതപ്പൂവുമായി സംസാരിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുപ്രകാരം ശിവലിംഗത്തിൻ്റെ മുകളിൽ നിന്നെടുത്തതാണ് കൈതപ്പൂവിനെ എന്ന് ശിവൻ ചോദിച്ചപ്പോൾ ബ്രഹ്മാവിനെ പോലെ കൈതപ്പൂവും കളവ് പറയണമെന്ന് കൈതപ്പൂവുമായി ശട്ടം കെട്ടുകയും ഇരുകൂട്ടരും ശിവൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഇത്തരത്തിൽ ഒരേപോലെ കള്ളം പറയുകയും ചെയ്തു. ഇതിൽ കുപിതനായ ശിവൻ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ ശിരസ് അറുത്തെടുക്കുകയും ആരും നിന്നെ പൂജിക്കാതിരിക്കട്ടെ എന്ന് ശാപം നൽകുകയും ചെയ്തുവത്രേ. കളവിന് കൂട്ടുനിന്ന കൈതപ്പൂവിനെ ആരും പൂജക്കെടുക്കാതിരിക്കട്ടെ എന്നും ശപിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മാവ് നാൻമുഖനായതും അതുവരെ പൂജയിൽ പ്രധാനമായും ഉപയോഗിച്ചു കൊണ്ടിരുന്ന വളരെയധികം സുഗന്ധമേറിയ കൈതപ്പൂവ് പൂജക്കെടുക്കാതെയായത്. താൻ കോപം കൊണ്ട് ചെയ്ത മഹാ അപരാധത്തിന് പരിഹാരം കാരണമെന്ന് തോന്നിയ ശിവൻ കാപാലവുമേന്തി ഭൈരവ രൂപം ധരിച്ച് ഭിക്ഷക്കിറങ്ങി. ഭിക്ഷയെടുത്ത് ജീവിച്ച് തൻ്റെ പാപം തീർത്തു എന്നാണ് ഐതിഹ്യം. നായയാണ് ഭൈരവൻ്റെ വാഹനമായി കരുതപ്പെടുന്നത്. കാലഭൈരവൻ എന്ന നാമത്തിലും ഭൈരവൻ അറിയപ്പെടുന്നു.